സ്ന്യൂസ് തുടങ്ങിയത് മുതൽ ഓരോ വർഷവും നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ ഗ്രാജുവേഷൻ ഡേയിൽ നമ്മളുമായി പങ്കുവെക്കുന്ന അവരുടെ ഗ്രാജുവേഷൻ ഡേ പിക്ചേഴ്സ് നമുക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. ജർമ്മനിയിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് കെംനിറ്റ്സിൽ നിന്ന് ഇന്നലെ നമ്മുടെ സ്റ്റുഡൻറ്റ് അനന്തു ഗ്രാജുവേറ്റഡ് ആയി. ഇതുപോലെയുള്ള ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കഴിഞ്ഞ 13 വർഷങ്ങളായി പഠിച്ചിറങ്ങിയ ഒരു വൈബ്രൻറ്റ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ് സ്ന്യൂസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉദാഹരണത്തിന് വാർട്ടൺ, ഇൻസിയാഡ്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്, സ്റ്റാൻഫോർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ അസാധ്യമാണെന്ന് തോന്നുന്ന സമയത്ത് പോലും സ്ന്യൂസിൻ്റെ ഇടപെടൽ കൊണ്ട് അവർക്ക് അഡ്മിഷനും സ്കോളർഷിപ്പും നേടിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വി പുട്ട് അവർ സ്റ്റുഡൻസ് ഫസ്റ്റ്. സ്റ്റുഡൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡും അക്കാഡമിക് പ്രൊഫൈലും കൃത്യമായ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ കൗൺസിലേഴ്സ് കോഴ്സുകളും യൂണിവേഴ്സിറ്റി ഓപ്ഷൻസും നൽകാറുള്ളത്. സ്ന്യൂസിലേക്ക് വരുന്ന ഓരോ വിദ്യാർത്ഥിയും വിശദമായ കൗൺസിലിങ്ങിനും പിയേഴ്സൺ പോലെയുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്കും ശേഷം മാത്രമാണ് ആ സ്റ്റുഡൻറ്റിൻ്റെ അഭിരുചിക്കും അക്കാഡമിക് പ്രൊഫൈലിനും ഏറ്റവും അനുയോജ്യമായ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്നത്. ഏതെങ്കിലും പരിമിതമായ യൂണിവേഴ്സിറ്റികളോ രാജ്യങ്ങളോ മാത്രമല്ല സ്ന്യൂസിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളത്. ഐവി ലീഗ്, ഓക്സ്ബ്രിഡ്ജ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടിക്കൊടുക്കാൻ സ്ന്യൂസിന് സാധിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ലഭിക്കുന്ന പല സ്കോളർഷിപ്പുകളും കഴിഞ്ഞ വർഷങ്ങളിൽ സ്ന്യൂസിൻ്റെ വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചാൾമേഴ്സ് ഫൗണ്ടേഷൻ്റെ അവാൻഷസ് സ്കോളർഷിപ്പ്, സ്വീഡിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതേപോലെ ചീവനിങ് സ്കോളർഷിപ്പ്, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പുകൾ, ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴായി ലഭിച്ചിട്ടുണ്ട്. 2015 ബെർലിനിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ ടെർഷ്യറി എഡ്യൂക്കേഷൻ കോൺഫറൻസ് ഞാൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതിൽ ജാപ്പനീസ് ഫ്യൂച്ചറിസ്റ്റ് സയൻറ്റിസ്റ്റായ മിഷിയോ കാക്കു പോലെയുള്ള ആളുകൾ പങ്കെടുക്കുകയും AI-യുടെയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെയും സാധ്യതകളെക്കുറിച്ചും അതുണ്ടാക്കാൻ പോകുന്ന ഡിസ്റപ്റ്റീവായിട്ടുള്ള ചേഞ്ചുകളെക്കുറിച്ച് പറയുകയുണ്ടായി. കേരളത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം സ്കൂൾ തലം മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പോലെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സുകളെക്കുറിച്ചും ബോധവൽക്കരണം നടത്താൻ സെമിനാറുകളിലൂടെയും വെബിനാറുകളിലൂടെയും സ്ന്യൂസിന് സാധിച്ചു. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഈ വിദ്യാർത്ഥികൾ വിദേശത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇത്തരം ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സുകളുടെ ഹയർ സ്റ്റഡീസിനായി സ്ന്യൂസ് വഴി പോയി എന്നത് സ്ന്യൂസിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എക്സ്പേർട്ട് കൗൺസിലേഴ്സിൻ്റെ ഒരു ടീം യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും അവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് നൽകാൻ കഴിയുന്ന ഒരു എക്സ്പേർട്ട് കൗൺസിലേഴ്സ് ടീം സ്ന്യൂസിനുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് IELTS, GRE, GMAT, SAT പോലെയുള്ള ടെസ്റ്റുകൾക്ക് ഓൺലൈൻ കോച്ചിങ്ങും ട്രെയിനിങ് റിസോഴ്സസും നമ്മുടെ വെബ്സൈറ്റിലൂടെ സ്റ്റുഡൻസിന് നൽകുന്നുണ്ട്. വെറും MBA എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ മാത്രമല്ല, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ മുതൽ ബയോണിക്സ്, സ്പോർട്സ് ഫിസിയോളജി തുടങ്ങിയ വിവിധങ്ങളായ കോഴ്സുകളാണ് സ്ന്യൂസിൻ്റെ കൗൺസിലേഴ്സിൻ്റെ സഹായത്തോടുകൂടെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാറുള്ളത്. സ്ന്യൂസിൻ്റെ പല വിദ്യാർത്ഥികളും ഒരു തവണ മാത്രമല്ല സ്ന്യൂസ് വഴി വിദേശത്തേക്ക് ഉപരിപഠനാർത്ഥം പോവാറുള്ളത്. കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി ഓഫ് ഡാൻഡിയിലേക്ക് അമൽ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് രണ്ടാമതും ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോവുകയുണ്ടായി. ഇതുപോലെ പല വിദ്യാർത്ഥികളും ഒന്നിലധികം മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ടോപ്പ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയോ സ്ന്യൂസിനെ തന്നെയാണ് വീണ്ടും ചൂസ് ചെയ്യുന്നത് എന്നത് തന്നെയാണ് ഞങ്ങളുടെ USP.